വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനറും അതുപോലെ തന്നെ MLA-യുമായ AP അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ പ്രഖ്യാപനത്തെ കാണുന്നു? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി ആയിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ MP. ഓരോ വയനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്നായിരുന്നു രാഹുൽ ഗാന്ധി MP എന്നുള്ളത്. കാരണം രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി ഞങ്ങളുടെ MP എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തർക്കും അഭിമാനം നൽകുന്ന കാര്യമായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ കാരണം കൊണ്ട് നമുക്ക് റായ്ബറേലിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് വൈകാരികമായ ഒരടുപ്പം വയനാടുണ്ടായിട്ട് പോലും അത് മാറി നിൽക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ടാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് പാർട്ടിയും ശ്രീ രാഹുൽ ഗാന്ധിയും ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധിക്ക് വയനാടിനോടുള്ള വൈകാരികമായ അടുപ്പമാണ്. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്. അവരെപ്പോലെ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ സന്തോഷകരമായ കാര്യമാണ്. നല്ല രീതിയിൽ ഇലക്ഷനെ നേരിടാൻ കഴിയും, നല്ല ഭൂരിപക്ഷം ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തവണത്തെ ഭൂരിപക്ഷം മറികടക്കാൻ പ്രിയങ്കയെ കൊണ്ട് സാധിക്കും. രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടുന്നുള്ള പ്രതീക്ഷ ഇപ്പം തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഓരോ ഘട്ടങ്ങളും. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കുപരി രാഹുൽ ഗാന്ധിക്കാണ് കഴിഞ്ഞ തവണ വോട്ട് ലഭിച്ചത്. അതുപോലെ തന്നെ ഇത്തവണയും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കാണ് ജനങ്ങളുടെ ഒരു പിന്തുണയും വോട്ടും. അപ്പോൾ നമ്മുടെ പ്രവർത്തനം അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് അതെല്ലാം ഏകീകരിക്കാനും ക്രോഡീകരിക്കാനും കഴിയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ പ്രതികൂല ഘടകങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രാരംഭഘട്ടത്തിൽ ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങളും BJPയും ഒക്കെ ഉണ്ടാക്കിയ ഒരു നരേറ്റീവ് ഉണ്ട്. 400 സീറ്റിലധികം വാങ്ങി നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും തിരിച്ചു വരുന്നു. പിന്നെന്തിന് കോൺഗ്രസിന് UDFന് വോട്ട് ചെയ്യണം, പിന്നെന്തിന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം എന്നുള്ള പല കാര്യങ്ങളും ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. ഒരു ബോധപൂർവമായ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു. അതിനകത്ത് ചെറിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റങ്ങൾ ചെറിയ തോതിൽ എല്ലാ തലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടമായപ്പോഴേക്ക് ചിത്രം മാറി. പക്ഷെ നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ ആദ്യഘട്ട വോട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷം, രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ലഭിച്ച ഭൂരിപക്ഷം ഇതിനേക്കാൾ കൂടുമായിരുന്നു. അവസാനഘട്ട തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ വയനാട് തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിനപ്പുറത്ത് ഇന്ന് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഗവൺമെന്റാണ്. അതിനകത്ത് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. എത്ര കാലം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുണ്ടാവും. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാകും. അത് സ്വാഭാവികമായ വോട്ടിങ്ങിനെ ബാധിക്കും. ഇന്ത്യ മുന്നണിക്ക് UDFന് അനുകൂലമായിട്ട് അത് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. BJPക്കെതിരെ മത്സരിക്കേണ്ട പ്രിയങ്ക ഗാന്ധി BJPക്ക് സ്വാധീനമില്ലാത്ത തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വിമർശനം, അതിനെങ്ങനെയാണ്? അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധി വന്നപ്പോഴും പറഞ്ഞതാണ്. അന്ന് അതേ അമേഠിയിൽ മത്സരിച്ചു. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് റായ്ബറേലി അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അത് BJPക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചാണ് റായ്ബറേലിയിൽ മത്സരിച്ച്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഓടി നടന്ന്, ഡൽഹിയിലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഓടി നടന്ന് നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ, അത് ഏതറ്റം വരെ പോകേണ്ടി വന്നു അത്രയും പോകുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഏതെങ്കിലും സീറ്റിൽ മത്സരിച്ചുകൊണ്ടാണോ BJP വിരുദ്ധത പ്രകടിപ്പിക്കേണ്ടത്? രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJPക്കെതിരെ പോരാട്ടം നടത്തുകയാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധി വലിയ വിജയം നേടിക്കഴിഞ്ഞു. അപ്പോൾ 2 സീറ്റ് ഒഴിഞ്ഞ സീറ്റ് വയനാടാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. അതോടൊപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളാണല്ലോ പ്രിയങ്കയും രാഹുലും ഒക്കെ. അവർ ഇന്ത്യ മുന്നണി തന്നെ ഭാഗമായിട്ടുള്ള ഒരു സഖ്യകക്ഷിക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശമായി മാറുന്നു. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മാത്രം കാര്യമാണോ? ആം ആദ്മി പാർട്ടിയുമായിട്ട് ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിച്ച് എന്താ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ മത്സരമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മമതാ ബാനർജി. അവിടെ CPMഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയിൽ മമതാ ബാനർജി സ്വന്തമായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് മത്സരിക്കാവുന്ന വേദികളിലൊക്കെ ഒരുമിച്ച് മത്സരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള മത്സരമുണ്ട്. അപ്പോൾ ഇവിടെ മത്സരിക്കുമ്പോൾ മാത്രം അതിനെ ഇത്ര ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അപ്പോൾ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നുള്ള ആവശ്യമൊക്കെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരം ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടോ? ഞാൻ ഇന്ത്യ മുന്നണി ഒരു വലിയ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. നമുക്ക് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസവും മനസ്സിനകത്ത് ഒരു സന്തോഷവും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുകയും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരണഘടനാ മാറ്റങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. മാത്രവുമല്ല ഏത് സമയവും ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ വയനാട് പോലുള്ളൊരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കുമ്പോൾ അതിനകത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു ഔന്നത്യം കാണിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണ്. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും ഒരു പിന്തുണയോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് അവരാണ്. അവർ ആ ഒരു ഔന്നത്യം കാണിച്ചാൽ സന്തോഷം. ഈ ഒരു ഇപ്പോൾ 18 ആളുകൾ വിജയിച്ചെങ്കിൽ പോലും ഒരു സ്ത്രീ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള UDFന്റെ ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ എത്തുമ്പോൾ ആ രീതിയിലൂടെ ഒരു പരിഗണന പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ കഴിയുന്നത് ഇന്ന് ഒരു സ്ത്രീ മുന്നേറ്റം എല്ലാ ഭാഗങ്ങളുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ സ്ത്രീകളായിട്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നേതാവ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നൽകുന്ന കാര്യമാണ്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും കൂടി ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൂടി ഇതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുമോ? വയനാടൻ ഇഫക്റ്റ് ഉണ്ടാവുമോ? അത് രണ്ട് കാര്യം അതിനകത്തുള്ളത്. സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. സ്വാഭാവികമായും ഗവൺമെന്റിനെതിരായ ശക്തമായൊരു വികാരം നിലനിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെ യഥാർത്ഥത്തിൽ നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നു 5 മുതൽ 7% വരെ വോട്ട് ഗവൺമെന്റ് വിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയൻ വിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആ ഒരു വികാരം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 സീറ്റിലും UDFന് അനായാസം വിജയിക്കാൻ കഴിയും. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാന്നിധ്യം അതിന് കൂടുതൽ ഒരു കരുത്താവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഉള്ള ഒരു ഇതും കൂടി ഇനി വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണോ പ്രിയങ്ക ഗാന്ധിയുടെ? അങ്ങനെയുള്ള ഒരു നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം രാഹുൽ ഗാന്ധിക്ക് സംബന്ധിച്ചിടത്തോളം വയനാടിനോടുള്ള ഒരു വൈകാരികമായ ഒരടുപ്പ് അസ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ടും ഇവിടുന്ന് വിട്ടുപോകാൻ പറഞ്ഞ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് റായ്ബറേലിയിൽ നിൽക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അപ്പോൾ ആ ഒരു വൈകാരികമായ അടുപ്പം അദ്ദേഹത്തിന്റെ സഹോദരിയെ നിർത്തിക്കൊണ്ട് വയനാടിനോടൊപ്പം ഞാനും ഉണ്ട് എന്ന ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാഹുൽ കുടുംബത്തിന്റെ തട്ടകങ്ങളായിട്ട് നേരത്തെ റായ്ബറേലിയും അമേറ്റും കൂടിയാണ്. ഇപ്പോൾ വയനാട് കൂടി ആ തട്ടകത്തിന്റെ ലിസ്റ്റിലേക്ക് മാറുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഗാന്ധി കുടുംബം ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അമേഠി, റായ്ബറേലിയും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അതുപോലെ ഇന്ന് വയനാട് 20 സീറ്റുകൾ കേരളത്തിലുണ്ടെങ്കിലും വയനാട് പാർലമെന്റ് സീറ്റ് കഴിഞ്ഞ 5 വർഷം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി അതിന് കൂടുതൽ മാനങ്ങൾ വന്നു. അപ്പോൾ ആ തരത്തിൽ അത് ഒരു മണ്ഡലമായി മാറുന്നതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനം മാത്രമാണുള്ളത്. എന്തായാലും പ്രിയങ്ക വരുന്നതോടെ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ.